അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അജിത്ത്. നമ്മളിപ്പോൾ വാഴയ്ക്ക് അടികളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. നല്ല മഴയും ആയിരുന്നു. അതിന് മഴയത്ത് കുറേ സ്ഥലങ്ങളിൽ വാഴേൻ്റെ വെള്ളം കയറുകയും ചെയ്തു. വെള്ളം കയറിയിട്ട് കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും വാഴയ്ക്ക് സംഭവിച്ചില്ല. നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ കറൻ്റ് ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുക്കളുടെ ആക്രമണം നല്ലപോലെ വാഴേൻ്റെ ഇലകളിൽ വന്നിട്ടുണ്ട്. അതിനായിട്ടുള്ള മരുന്നാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അന്നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വളപ്രയോഗത്തിലോട്ട് എത്താനുള്ള സമയമായി. അതിന് മുമ്പ് നമുക്ക് ഈ പുഴുക്കളുടെ ശകലയും പൂർണ്ണമായിട്ടും മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് വാഴകൾക്ക് വളമിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അന്നേരം ചെറിയ രീതിയിലുള്ള മഴ ഇന്നും ഉണ്ടായിരുന്നു. നമ്മൾ തെളിയുന്ന സമയം നോക്കി ഒരു 3 മണിക്കൂറൊക്കെ കൃത്യമായിട്ട് മരുന്നടിച്ചതിന് ശേഷം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ഒരു 70% റിസൾട്ട് വാഴകൾക്ക് നമുക്ക് ഈ ഒരു സമയത്ത് മരുന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മഴ ചാറുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മരുന്നടിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് മരുന്നടിച്ചു കൊടുക്കുന്നത്. ലെംഡാസൈക്ലോത്രിൻ 5% ഈസിയാണ് നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്ന മരുന്ന്. അത് ഇലയുടെ മുകളിലും താഴെയായിട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ മൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് രാവിലെ വെയിലിന് മുമ്പ് ഒന്നും അടിച്ചു കൊടുക്കണമെന്നില്ല. ഏത് സമയത്ത് നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അടിക്കുമ്പോൾ ഇലയുടെ മുകളിലും താഴെയായിട്ട് അടിച്ചു കൊടുക്കുക. എല്ലാ വാഴകൾക്കും അടിച്ചു കൊടുക്കുക. രോഗം വന്നിരിക്കുന്നതിന് രോഗം വരാത്ത എല്ലാ വാഴകൾക്കും ഒരു ഫ്ലൂട്ടിലുള്ള അടിച്ചു കൊടുക്കുക. നമ്മളെ സംബന്ധിച്ച് ചുറ്റിനും മരക്കാനം കൂടുതലാണ്. അന്നേരം നല്ല കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുഴുക്കളൊക്കെ പറഞ്ഞ് തോട്ടത്തിലോട്ട് ഒത്തിരി എത്തുകയാണ്. നല്ല രീതിയിലുള്ള ആക്രമണമാണ് നമുക്ക് തോട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഇനിയിപ്പോൾ ഈ പുഴുക്കളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ നമുക്കൊരു 4-5 ദിവസം കൊണ്ടേ നമുക്ക് ഈ തോട്ടത്തിന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുല്ല് ഏറെക്കുറെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പുല്ലും വളർന്നു വരുന്നുണ്ട്. അന്നേരം ഇന്ന് നിങ്ങൾക്കൊക്കെ പുഴുക്കളുടെ ആക്രമണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ നമ്മുടെ സൈക്ലോത്രിൻ 5% ഈസി അടിക്കാൻ നല്ല റിസൾട്ടുള്ള മരുന്നാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ ഒരു ക്ലോറിൻ്റെ 20 ഈസി ആണെങ്കിലും ഇലയിൻ്റെ മുകളിലും താഴെ അടിച്ചു കൊടുത്താൽ മതി. എല്ലായിടത്തും കേരളത്തിൽ ഫുള്ളായിട്ട് കിട്ടുന്ന ഒരു മരുന്നാണ്. കാരണം ഇന്ന് വാഴകൾക്ക് സംഭവിച്ചിരിക്കുന്ന പുഴുവിൻ്റെ ശല്യം, അതിനെതിരെയുള്ള പ്രതിവിധി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അന്നേരം നമുക്ക് അടുത്ത വളപ്രയോഗം ഏകദേശം ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് വാഴയ്ക്ക് വരുന്നുണ്ട്. ഈ വാഴയ്ക്ക് വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് വെള്ളം കയറി ഇറങ്ങിയതായതുകൊണ്ട് നമ്മളൊരു മരുന്ന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേരുകൾക്ക് നല്ല വളർച്ച ഉണ്ടാകാനും ഏതെങ്കിലും തരത്തിലുള്ള കുമിൾ രോഗങ്ങളൊക്കെ വാഴയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് വേരിനൊഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത വളപ്രയോഗത്തിലോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത്. അന്നേരം വാഴയ്ക്ക് എത്രത്തോളം വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ തോട്ടം നോക്കുകയാണെങ്കിൽ ഏകദേശം 6 ഇല 7 ഇല വരെ വാഴകൾക്കായിട്ടുണ്ട്. നല്ല സ്ട്രെങ്തിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുവിൻ്റെ ശല്യം വ്യാപകമായിട്ടുള്ളത് മാത്രമാണ്. അന്നേരം ഈ സമയത്ത് നിങ്ങൾക്കൊക്കെ പുഴുവിൻ്റെ ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ വെയിൽ തെളിയാനായിട്ട് കാത്തിരിക്കേണ്ട. തെളിഞ്ഞ സമയം നോക്കി തന്നെ പുഴുക്കൾക്കുള്ള മരുന്നടിക്കുക. നമുക്കൊരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും അത്യാവശ്യം ഒരു തെളിവ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ അത് രൂക്ഷമായിട്ട് മറ്റ് വാഴകളിലോട്ട് പോകും. അത് നമുക്ക് പിന്നെ വാഴയുടെ വളർച്ചേനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്യും. കാരണം ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ വേരിന് വളമൊഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഈ മരുന്ന് അടിച്ചതിൻ്റെ റിസൾട്ടും വാഴയുടെ വളർച്ചയൊക്കെ നമുക്ക് അടുത്തതിൽ നോക്കാം. അന്നേരം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.